ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന്റെ മെസ്സേജ് ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റും PSC പബ്ലിഷ് ചെയ്യുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഫൈനലി ആ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഏത് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നത്, എത്രയാണ് കട്ട് ഓഫ്, എത്ര പേരാണ് PSC ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുകൂടാതെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ്, ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 447/2023, പത്തനംതിട്ട ജില്ലയുടെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ PSC ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ അത്യാവശ്യം ആൾക്കാരെ PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര പേരെയാണ് PSC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നോക്കിക്കഴിഞ്ഞാൽ 93 പേരെയാണ് PSC ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 19 പേരാണ്. അതുപോലെ നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 60 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആ ഒരു കാറ്റഗറിയിൽ 14 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 93 പേരുടെ ഷോർട്ട് ലിസ്റ്റാണിത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം സപ്ലിമെന്ററി ലിസ്റ്റിൽ ഏകദേശം 60ഓളം പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് NJDയും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് പേര് മറ്റ് ലിസ്റ്റുകളും ഉൾപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടായിരിക്കും PSC ഇത്ര പേരൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. 76.24 ഈ ഒരു എക്സാമിന് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റ് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റും PSC ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം ഓൾറെഡി ഒന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് PSC വളരെ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.